ടെക്സ്റ്റ് ബുക്കിലെ 53, 54 പേജുകളിലെ ചോദ്യങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം. ഇൻ ദ പിക്ചർ the midpoints of a triangle are joined to form a smaller triangle inside. How many times the perimeter of the small triangle is the perimeter of the large triangle? What about their areas? ഇവിടെ നമുക്ക് പിക്ചറിൽ തന്നിരിക്കുന്ന വലിയ ട്രയാങ്കിൾ ABC, ആ വലിയ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ എല്ലാം മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, DFE. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ എത്ര ടൈംസ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് ട്രയാങ്കിളിന്റെയും പെരിമീറ്റർ കണ്ടുപിടിക്കണം അല്ലെ. സൈഡുകളുടെ ലെങ്ത് ഒന്നും എനിക്ക് അറിയത്തില്ല, അത് കാരണം ഞാനത് ഒരു വേരിയബിൾ ആയിട്ട് എടുക്കാനായിട്ട് പോവാം. വലിയ ട്രയാങ്കിളിന്റെ ആദ്യത്തെ സൈഡ് BC, അത് ഞാൻ 2A ആയിട്ട് എടുക്കാനായിട്ട് പോവാം. അപ്പോൾ BCയുടെ ലെങ്ത് 2A. അടുത്തത് ACയുടെ ലെങ്ത് 2B ആയിട്ട് എടുക്കുക, 2B. അടുത്ത സൈഡ് AB, ABയുടെ ലെങ്ത് ഞാൻ 2C ആയിട്ട് എടുത്തു, 2C. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ ABCയുടെ പെരിമീറ്റർ എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സൈഡുകളെല്ലാം കൂടെ കൂട്ടണം അല്ലെ. അതായത് 2A + 2B + 2C ആയിരിക്കും ABCയുടെ പെരിമീറ്റർ അല്ലെ. അപ്പോൾ 2A + 2B + 2C ദാറ്റ് ഈസ് ഈക്വൽ ടു 2 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ 2 × A + B + C. ഇനി നടുക്ക് വരച്ചിരിക്കുന്ന ഈ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് പോവാം. അതിനുവേണ്ടി നമുക്ക് ഓരോ സൈഡും വേണ്ടേ? ഈ ചെറിയ ട്രയാങ്കിൾ എങ്ങനെയാണ് വരച്ചേക്കുന്നത്? സൈഡുകളുടെ എല്ലാം മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്താണ് ചെറിയ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു തിയറം പഠിച്ചല്ലോ, ആ രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലലും അതിന്റെ ഹാഫും ആയിരിക്കും. അതല്ലായിരുന്നു നമ്മുടെ തിയറം. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കേ, ഈ ABയുടെയും ACയുടെയും മിഡ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന DE, അത് മൂന്നാമത്തെ സൈഡിന് പാരലലും ആയിരിക്കും, അതുപോലെ തന്നെ ഹാഫും ആയിരിക്കും അല്ലെ. അതായത് BCക്ക് പാരലലും ആയിരിക്കും, BCയുടെ ഹാഫും ആയിരിക്കും ആര്? DE. BCയുടെ നീളം എത്രയാണ്? അത് നമ്മൾ 2A എന്ന് എടുത്തായിരുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹാഫ് എത്രയാണ്? 2Aയുടെ ഹാഫ് അത് A ആയിരിക്കും അല്ലെ. അതായത് DEയുടെ നീളം A ആണെന്ന് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ അടുത്ത സൈഡ് നോക്കിക്കേ, DF എങ്ങനെ വരച്ചിരിക്കുന്നത്? ABയുടെയും BCയുടെയും മിഡ് പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്താണ് വരച്ചിരിക്കുന്നത് അല്ലെ. അതായത് ഇങ്ങനെ വരയ്ക്കുന്ന ഈ ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലലും ഹാഫും ആയിരിക്കും. ഇപ്പൊ മൂന്നാമത്തെ സൈഡ് ഏതാണ്? AC ആണ് മൂന്നാമത്തെ സൈഡ് അല്ലെ. അതായത് ACക്ക് പാരലലും ആയിരിക്കും, അതിന്റെ ഹാഫും ആയിരിക്കും. ACയുടെ ലെങ്ത് എത്രയാ? 2B ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ 2Bയുടെ ഹാഫ് എത്രയാണ്? B. അതായത് DF എത്രയായിട്ട് നമുക്ക് കിട്ടി? B ആയിട്ട് നമുക്ക് കിട്ടി, B. ഇനി അടുത്ത സൈഡ് FE വരച്ചിരിക്കുന്നത് BCയുടെയും ACയുടെയും മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്താണ് വരച്ചിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡ്, അതായത് ABക്ക് പാരലലും ABയുടെ ഹാഫും ആയിരിക്കും. AB എത്രയായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്? 2C അല്ലെ. അങ്ങനെയാണെങ്കിൽ 2Cയുടെ ഹാഫ് എത്രയാണ്? C. അതായത് EFന്റെ ലെങ്ത് എത്രയാണ്? C എന്ന് നമുക്ക് കിട്ടി അല്ലെ. അതായത് നടുവിൽ വരച്ചിരിക്കുന്ന ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കത്തില്ലേ? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എല്ലാം കൂടെ കൂട്ടിയാൽ മതി അല്ലെ. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? A + B + C അല്ലെ. A + B + C. അതായത് ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ A + B + C എന്ന് കിട്ടി. വലിയ ട്രയാങ്കിളിന്റെയോ 2 × A + B + C എന്നല്ല കിട്ടിയേക്കുന്നത്. അതായത് ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ 2 ടൈംസ് ആയിരിക്കും ആര്? വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അല്ലെ. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 2 × പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ DFE എന്ന് നമുക്ക് എഴുതാം. അടുത്ത നമ്മളോട് ഏരിയയുടെ കാര്യം ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഏരിയ തമ്മിലുള്ള റിലേഷൻ എന്താ? നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞായിരുന്നു, മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ട്രയാങ്കിളിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത്
ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ 4 ട്രയാങ്കിളിന്റെയും ഏരിയ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ വലിയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ എത്ര പാർട്ടാണ്? ടോട്ടൽ 4 പാർട്ടാണല്ലേ. അതിനകത്ത് ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ ആകെ ഒരു പാർട്ട്. അതായത് ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ 4 പാർട്ടിൽ ആകെ ഒരു പാർട്ട്. അതായത് 4ൽ ഒരു പാർട്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ DFE that is equal to 1/4 into area of ട്രയാങ്കിൾ ABC. ഈ 4 ഈ സൈഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? 4 into ഏരിയ ഓഫ് ട്രയാങ്കിൾ DFE that is equal to area of triangle ABC. ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ 4 ടൈംസ് ആണ് വലിയ ട്രയാങ്കിളിന്റെ ഏരിയ. പെരിമീറ്റർ ആണെങ്കിലോ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ 2 ടൈംസ് ആണ് വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നാ പറഞ്ഞിരിക്കുന്നത്? ആദ്യം നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ എല്ലാം മിഡ് പോയിന്റുകൾ കണക്ട് ചെയ്ത് ഒരു ട്രയാങ്കിൾ വരച്ചു. അതിനുശേഷം ആ നടുവിലെ ട്രയാങ്കിൾ കട്ട് ചെയ്ത് കളഞ്ഞു. മൂന്നാമത്തെ പിക്ചറോ അപ്പോൾ കിട്ടുന്ന ഈ ചെറിയ ട്രയാങ്കിൾസിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ വീണ്ടും കണക്ട് ചെയ്ത് വരച്ചു. അതിനുശേഷം നടുവിൽ കിട്ടുന്ന ആ ട്രയാങ്കിൾ വീണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഏരിയ ഓഫ് ദ പേപ്പർ ഇൻ ദ ഫസ്റ്റ് പിക്ചർ ഈസ് ദ ഏരിയ ഓഫ് ദ പേപ്പർ ഇൻ ദ സെക്കൻഡ് പിക്ചർ. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ ഫസ്റ്റ് പിക്ചറിലെ ട്രയാങ്കിളിന്റെ ഏരിയയുടെ എത്ര പാർട്ടാണ് സെക്കൻഡ് പിക്ചറിലെ ട്രയാങ്കിളിന്റെ ഏരിയ? ഫസ്റ്റ് പിക്ചറിൽ നിന്ന് എങ്ങനെയാ സെക്കൻഡ് പിക്ചർ ഉണ്ടായത്? ആ ഫസ്റ്റ് പിക്ചറിലെ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുകളെല്ലാം കണക്ട് ചെയ്ത് ഒരു ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ കിട്ടുന്ന ആ 4 ട്രയാങ്കിൾസിൽ നടുവിലത്തെ ട്രയാങ്കിൾ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ള പേപ്പറിന്റെ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ സൈഡുകളുടെ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ അത് ലാർജ് ട്രയാങ്കിളിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ എത്ര ഈക്വൽ പാർട്സ് കിട്ടിയിട്ടുണ്ട്? 1 2 3 4 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ ലാർജ് ട്രയാങ്കിളിന്റെ എത്ര പാർട്ടാണ് ഈ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം എന്ന്? എത്ര പാർട്ടാ? 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൽ 3 പാർട്ട് അതിലെ റെഡ് കളറിലുള്ളത്. അപ്പോൾ അതിന്റെ ഫ്രാക്ഷൻ ഏതാണ്? 3/4 അല്ലെ. അതായത് ഏരിയ ഓഫ് ദ പേപ്പർ ഇൻ സെക്കൻഡ് പിക്ചർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 പാർട്ട് ഓഫ് ദ ഫസ്റ്റ്. അടുത്തത് മൂന്നാമത്തെ ചിത്രത്തിലെ കാര്യം ചോദിച്ചിട്ടുണ്ട് അല്ലെ. മൂന്നാമത്തെ ചിത്രത്തിൽ എങ്ങനെയാണ്? ഈ റെഡ് കളറുള്ള സ്മോൾ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വീണ്ടും ട്രയാങ്കിൾ വരച്ചല്ലേ. അതായത് അപ്പോഴെന്താ കിട്ടുന്നത്? ഈ സ്മോളർ ട്രയാങ്കിളിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. ഈ സ്മോളർ ട്രയാങ്കിളിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഇത് 1 2 3 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെയും അതെ, ഈ സ്മോളർ ട്രയാങ്കിളിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെയും 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ ഒരു വലിയ ഹോളാ അല്ലെ, ഒരു വലിയ ട്രയാങ്കിൾ ആണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ പറയുമ്പോൾ ഇങ്ങനെ പല വലുപ്പത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ പറയാനായിട്ട് പറ്റുമോ? 2/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ 2 പാർട്ട് അല്ലെ. 1/5 എന്ന് പറഞ്ഞാലോ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ 1 പാർട്ട്. അതായത് ഫ്രാക്ഷൻ ആയിട്ട് പറയണമെങ്കിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചർ ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഫ്രാക്ഷൻ പറയുമ്പോൾ എല്ലാ ട്രയാങ്കിൾസും ഒരേ വലുപ്പത്തിലുള്ളതായിരിക്കണം. ഇവിടെ ഈ സെന്ററിലുള്ള ട്രയാങ്കിൾ വലുതല്ലേ, വലിപ്പം വ്യത്യാസമില്ലേ? ആ ട്രയാങ്കിളിനെയും നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത ശേഷം മാത്രമേ ഫ്രാക്ഷൻ പറയാൻ പാടുള്ളൂ. അപ്പൊ അതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നേ? ഇവിടെ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്തതുപോലെ ഇവിടെയും മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്തു. ഇപ്പൊ കണ്ടോ, എല്ലാ ട്രയാങ്കിളിനും ഈക്വൽ സൈസ് അല്ലേ. ഈ സ്മോളർ ട്രയാങ്കിളിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെയും 4 കിട്ടി, ഇവിടെയും 4 കിട്ടി, സെന്ററിലും 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ചെറിയ ട്രയാങ്കിൾസ് ഉണ്ട്? 4 8 12 16 അല്ലെ.
ടോട്ടൽ 16 ട്രയാങ്കിൾസ് ആണ് ഇവിടെ ഉള്ളത്. ഇനി പേപ്പറിന്റെ ഏരിയയിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അതായത് റെഡ് ട്രയാങ്കിൾസിന്റെ ഏരിയ അല്ലെ. 16 ട്രയാങ്കിൾസിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 1, 2, 3. ഇവിടെ 3 എണ്ണം ഉണ്ട്. ഇവിടെയോ? ഇവിടെയും 3 എണ്ണം, ഇവിടെയും 3 എണ്ണം അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ 9 എണ്ണം. ടോട്ടൽ 16 ട്രയാങ്കിൾസ് ഉണ്ട്. അതിനകത്ത് 9 എണ്ണമാണ് റെഡ് കളറുള്ള ട്രയാങ്കിൾസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഏരിയനെ കുറിച്ച് പറയാം? ഏരിയ ഓഫ് ദ പേപ്പർ ഇൻ തേർഡ് പിക്ചർ ഈക്വൽ ടു എത്ര പാർട്ടാണ്? ടോട്ടൽ 16 പീസ് ഉണ്ട്. അതിനകത്ത് പേപ്പർ അല്ലെങ്കിൽ റെഡ് കളറുള്ള ട്രയാങ്കിൾ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം അല്ലെ. അപ്പൊ 9 ഡിവൈഡഡ് ബൈ 16 പാർട്ട് ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിളിനല്ലേ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ പിക്ചറിലെ പേപ്പറിന്റെ ഏരിയ എന്തോരമാണ്? 3/4 പാർട്ട് ഓഫ് ദ ഫസ്റ്റ്. മൂന്നാമത്തെ പിക്ചറിലോ 9/16 പാർട്ട് ഓഫ് ദ ഫസ്റ്റ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഡ്രോൺ വിത്ത് ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ കോർണർ ആസ് വെർട്ടീസസ്. പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ റെക്ടാങ്കിൾ. രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. ഇപ്പോൾ ആദ്യമായിട്ട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഈ വരച്ചിരിക്കുന്ന ഈ ക്വാഡ്രിലാറ്ററൽ, അതായത് BEFD എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററൽ റെക്ടാങ്കിൾ ആണ് പ്രൂവ് ചെയ്യണം അല്ലെ. അപ്പോൾ ഒരു റെക്ടാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് കാര്യമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ. ഒന്ന് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും എന്നും പ്രൂവ് ചെയ്യണം. ആദ്യം നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഏതൊക്കെയാണ്? BEയും DFും അല്ലെ. അപ്പൊ ആദ്യം ഞാൻ BEയും DFും ഈക്വൽ ആണ് പ്രൂവ് ചെയ്യാനായിട്ട് പോവുക. ഇപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ എങ്ങനെ വരച്ചിരിക്കുന്നത്? ഈ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ എല്ലാം മിഡ് പോയിന്റുകൾ കണക്ട് ചെയ്താ അല്ലെ. അതായത് ABയുടെ മിഡ് പോയിന്റ് ആണ് D, ACയുടെ മിഡ് പോയിന്റ് ആണ് F. D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB and F is the midpoint of AC. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന തിയറം എന്താ? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലും അതിന്റെ ഹാഫും ആയിരിക്കും. അതിലായിരുന്നു നമുക്കറിയാവുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ DFന്റെ ലെങ്ത് എത്രയാണ്? BCയുടെ ഹാഫ് അല്ലെ. അതുകൊണ്ട് സോ DF ഈക്വൽ ടു ഹാഫ് ഓഫ് BC. എന്ന് പറയുന്നത് BCയുടെ മിഡ് പോയിന്റ് ആയിട്ടാണല്ലോ വരച്ചിരിക്കുന്നത്. അത് കാരണം BEയുടെ ലെങ്ത് എത്രയാണ്? BCയുടെ ഹാഫ് അല്ലെ. അപ്പൊ BCയുടെ ഹാഫ് തന്നെയാണ് ആരുടെ ലെങ്തും? BEയുടെ ലെങ്തും. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? DF ഈക്വൽ ടു BE എന്ന് കിട്ടി അല്ലെ. അതായത് DF ദാറ്റ് ഈസ് ഈക്വൽ ടു BE. അതായത് ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ഈ രണ്ട് സൈഡും എങ്ങനെയാ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണ്ടേ? ഇതുപോലെ തന്നെ Fഉം Eയും ACയുടെയും BCയുടെയും മിഡ് പോയിന്റുകളാണ് അല്ലെ. അപ്പോൾ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരച്ചിരിക്കുന്ന ലൈനാണ് FE. അതുകൊണ്ട് ആ ലൈൻ മൂന്നാമത്തെ സൈഡിന്, അതായത് ABക്ക് പാരലലും ആയിരിക്കും, ABയുടെ ഹാഫും ആയിരിക്കും. F and E are midpoints of the sides AC and BC respectively. അതുകൊണ്ട് FEയുടെ ലെങ്ത് എങ്ങനെയായിരിക്കും? ABയുടെ ഹാഫ് ആയിരിക്കും അല്ലെ. അതുകൊണ്ട് FE that is equal to half of AB. അതുപോലെ തന്നെ ABയുടെ മിഡ് പോയിന്റ് ആണല്ലേ DF. അതുകൊണ്ട് ABയുടെ ഹാഫ് ആയിരിക്കൂലേ DB എന്ന് പറയുന്നത്. അതായത് ABയുടെ ഹാഫ് തന്നെയാണ് ആര്? DB. ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് FE എന്ന് പറയുന്നത് ആരോട് ഈക്വൽ ആണ്? FE ദാറ്റ് ഈസ് ഈക്വൽ ടു DB ആയിരിക്കും. അതായത് ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് പറഞ്ഞു. ഇനി എന്തും കൂടെ പ്രൂവ് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്നും കൂടെ പ്രൂവ് ചെയ്താൽ മതി. ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കാരണം ഈ കോൺ B എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ.
അതായത് ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഒരു കോൺ 90 ഡിഗ്രി ആണെന്ന് കിട്ടി. അതായത് കോൺ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഈ മൂന്ന് കാര്യത്തിൽ നിന്ന് ഈ ക്വാഡ്രിലാറ്ററലില് ഒരു റെക്ടാങ്കിൾ ആണെന്ന് കിട്ടത്തില്ലേ? അതായത് രണ്ട് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അതായത് നമുക്ക് എന്ത് പറയാം? ഈ ക്വാഡ്രിലാറ്ററൽ അതായത് BEFD ഒരു റെക്ടാങ്കിൾ ആയിരിക്കും. അടുത്തതിന് നമ്മളോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ചതുരത്തിന്റെ പരപ്പളവ് ത്രികോണത്തിന്റെ പരപ്പളവിന്റെ എത്ര ഭാഗമാണ്? അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ റെക്ടാങ്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പോവാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ട്രയാങ്കിൾ അതായത് DEF എന്ന ട്രയാങ്കിൾ എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഈ വലിയ ട്രയാങ്കിൾ അതായത് ABCയുടെ സൈഡുകളുടെ എല്ലാം മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരച്ച ട്രയാങ്കിൾ ആണ് DEF അല്ലെ? ഇങ്ങനെ സൈഡുകളുടെ മിഡ് പോയിന്റുകളെല്ലാം കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ ഈ വലിയ ട്രയാങ്കിൾ ABC എന്ന ട്രയാങ്കിളിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 3 സൈഡിന്റെ മിഡ് പോയിന്റുകൾ തമ്മിലാണ് കണക്ട് ചെയ്ത് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിളിനെ 4 ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാ ട്രയാങ്കിള്? ഇത് ഒന്നാമത്തെ ട്രയാങ്കിള്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്, ഇത് നാലാമത്തത്. 4 ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇനി ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കത്തില്ലേ? അതായത് ടോട്ടൽ ഈ വലിയ ട്രയാങ്കിളിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിനകത്ത് എത്ര പാർട്ടാണ് ഈ റെക്ടാങ്കിള്? 1, 2 പാർട്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? ടോട്ടൽ 4 പാർട്ടിൽ 2 പാർട്ടാണ് റെക്ടാങ്കിൾ. അപ്പൊ നമുക്ക് അതെങ്ങനെ എഴുതാം? ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഈസ് 2/4. 2/4നെ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 part of the large triangle. ഈ ലാർജ് ട്രയാങ്കിളിന്റെ 1/2 പാർട്ടാണ് ഈ സ്മോൾ റെക്ടാങ്കിൾ എന്ന് പറയുന്നത്.